വടക്കൻ കേരളത്തിലും പ്രവചനാതീതമാണ് കാര്യങ്ങൾ. കൂടുമാറ്റവും വിമത സ്വരങ്ങളും ഒക്കെ കലുഷിതമാക്കിയ മലബാറിന്റെ മണ്ണിൽ ഇത്തവണ നടന്നത് തീപാറുന്ന പോരാട്ടങ്ങളാണ്. ആര് വാഴും ആര് വീഴുമെന്നത് പറയുകയേ വയ്യ. അവസാനവട്ട വിലയിരുത്തലിനായി AK അഭിലാഷ് നമ്മളോടൊപ്പം ചേരുകയാണ്. അഭിലാഷ്, വടക്കൻ മണ്ഡലങ്ങളിലെ കുറ്റുനോക്കുന്നവരിൽ എല്ലാവരുമുണ്ട്. കുത്തക മണ്ഡലങ്ങൾ എല്ലാവർക്കുമുണ്ട്. അവിടെ കണ്ണൂരടക്കം ഇത്തവണ നടക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ ഏതു തരത്തിൽ ഫലത്തെ സ്വാധീനിക്കും എന്നുള്ളതാണ് ചോദ്യം. മാധു, വടക്കൻ പോരാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട പോര് എന്ന് വേണം പറയാൻ. കാരണം വടക്കൻ കേരളത്തിൽ ആര് മുൻതൂക്കം നേടുന്നോ അവർ ജയിച്ചു വരാനുള്ള സാധ്യതയാണ് പ്രധാനപ്പെട്ട കാര്യമായി വിലയിരുത്തപ്പെടുന്നത്. കാരണം 60 മണ്ഡലങ്ങളാണ്. ഈ 60 മണ്ഡലങ്ങളിൽ നേരത്തെ 23 ഇടത്തൊഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും LDF ആണ് മുന്നിലുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട് ഈ ജില്ലകളിലെ 36 മണ്ഡലങ്ങളിൽ 30 ഇടത്തും LDF ആണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. ഇതിൽ എത്രത്തോളം UDF മുൻതൂക്കം നേടാൻ കഴിയുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ ഭരണം എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ ഒരു കാര്യം എന്നുള്ളത്. അതിൽ ഏറ്റവും കാര്യം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലായിരിക്കും. കോഴിക്കോട്ട് 13 മണ്ഡലങ്ങളാണ്. ആ 13 മണ്ഡലങ്ങൾ 7 സീറ്റുകളെങ്കിലും UDF പ്രതീക്ഷ വയ്ക്കുമ്പോൾ 4 സീറ്റുകളിൽ ഉറച്ചു വിജയിക്കാൻ കഴിയുമെന്നാണ് LDF ഇഘട്ടത്തിൽ വിലയിരുത്തുന്നത്. അതായത് 4 സീറ്റുകൾ കൂടി കടുത്ത മത്സരമുണ്ട് തന്നെ LDF കരുതുന്നു. ഏതായാലും 4 സീറ്റുകൾ UDF ഉറച്ചു വിജയിക്കുമെന്ന് കരുതുന്നു. അതേ സമയത്ത് തന്നെ LDFും 4 മണ്ഡലത്തിൽ സുനിശ്ചിത വിജയം പ്രവചിക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ബാക്കിയുള്ള മണ്ഡലങ്ങൾ ഏത് മുന്നണിയിലേക്ക് പോകും എന്നത് ഇപ്പോഴും പറയാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് UDFന് അനുകൂലമാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുണ്ട് എന്ന് തന്നെയാണ് UDF കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ LDF പറയുന്നത് അത്തരത്തിൽ ന്യൂനപക്ഷ ഏകീകരണങ്ങൾ UDFന് അനുകൂലമായിട്ടുണ്ടായിട്ടില്ല. കാന്തപുരം വിഭാഗത്തിന്റെയും മറ്റ് മുസ്ലിം സംഘടനകളുടെയും ഒക്കെ വോട്ട് തങ്ങൾക്ക് അനുകൂലമായി ലഭിച്ചു എന്ന് തന്നെയാണ് LDFന്റെ കണക്ക് കൂട്ടൽ. ഏതായാലും ഇപ്പോഴും ഒന്നും പറയാൻ കഴിയാത്ത നിലയിലാണ് വടക്കൻ കേരളം ഉള്ളത് എന്ന് വേണം പറയാൻ. ശരി, വടക്കൻ കേരളത്തിന്റെ പൊതുചിത്രമാണ് നമ്മളോട് AK അഭിലാഷ് പങ്കുവച്ചത്. നമുക്ക് എന്താണ്, ആർക്കൊപ്പമാണ് കഴിഞ്ഞ തവണ വടക്കൻ കേരളം നിന്നത് എന്നതുകൂടി നോക്കാം അല്ലെ. നമ്മുടെ മുന്നിൽ 2021 വടക്കൻ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം തെളിയുകയാണ്. ആകെ സീറ്റുകൾ 60ആണ്. LDFന് 41 സീറ്റുകൾ, UDFന് 19 സീറ്റുകൾ. ആകെ 60 സീറ്റുകൾ, LDFന് 41, UDFന് 19. ഇനി ഏതൊക്കെ സീറ്റുകളിലാണ് കടുത്ത പോരാട്ടം? വടക്കൻ കേരളത്തിലെ പ്രവചനാതീതമായ 10 മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് എന്നത് നമുക്ക് നോക്കാം. ടൈറ്റ് ഫൈറ്റ് നടക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്ന മണ്ഡലങ്ങൾ: ഉദുമ, തൃക്കരിപ്പൂർ, പേരാവൂർ, അഴീക്കോട്, പേരാമ്പ്ര. അതിനൊപ്പം നോക്ക്, ഈ മണ്ഡലങ്ങൾ തന്നെ നോക്കാം. ആദ്യത്തെ 5 മണ്ഡലങ്ങൾ നോക്കാം. ഉദുമ മണ്ഡലം ഒരു കുത്തക മണ്ഡലമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പൊ 80കൾ മുതൽ ഇങ്ങോട്ട് തന്നെ ഉദുമ മണ്ഡലത്തിൽ CPM എന്ന ഒറ്റ പേര് മാത്രമേ ഉള്ളൂ. തൃക്കരിപ്പൂര്, അവിടെ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സ്വാധീനമുണ്ടെന്ന് CPMന് വിശ്വസിക്കുക തന്നെ ബുദ്ധിമുട്ടുള്ള മണ്ഡലമാണ്. പേരാവൂര് കോൺഗ്രസിന്റെ കുത്തക സീറ്റ് എന്ന് വിചാരിക്കുന്നതാണ്. അഴീക്കോടാണ് ഒരു മാറ്റമുള്ളത്. പേരാമ്പ്രയും പതിറ്റാണ്ടുകളായി CPMന്റെ ഒപ്പം മാത്രം നിൽക്കുന്ന മണ്ഡലമാണ്. ഇനി ഈ ഇത്രയും മണ്ഡലങ്ങളാണ് അവിടെ ഒരു ഇത്തവണ ടൈറ്റ് ഫൈറ്റ് എന്ന് വിചാരിക്കുന്നത്. മറ്റ് 5 മണ്ഡലങ്ങൾ കൂടി: നാദാപുരം, താനൂർ, തവനൂർ, തൃത്താല, കോങ്ങാട്. ഇതിൽ താനൂരും തവനൂരും എന്ന് പറയുന്നത് സ്വതന്ത്ര പരീക്ഷണങ്ങൾ കൊണ്ടൊപ്പം നിർത്തിയ മണ്ഡലങ്ങളാണ്. തൃത്താല അങ്ങോട്ട് CPMന്റെ പക്ഷത്തേക്ക് മറിഞ്ഞ മണ്ഡലമാണ്. ഇത്തവണ അവിടെ ടൈറ്റ് ഫൈറ്റ് നടക്കും. UDF തിരിച്ചു പിടിക്കുമെന്നുള്ളതാണ് UDFന്റെ വലിയ കോൺഫിഡൻസ്. ഒപ്പം കോങ്ങാട് മണ്ഡലം എന്തായിരിക്കും മത്സരഫലം എന്ന കാര്യത്തിലും തർക്കമുണ്ട്. VS രഞ്ജിത്ത് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. VS രഞ്ജിത്ത്, വടക്കൻ പോരിൽ ആര് മുന്നിൽ എന്നുള്ളതാണ്. ആരായിരിക്കും ഇത്തവണത്തെ വടക്കൻ വീരഗാഥ പാടി നടക്കുക 4-ാം തീയതിക്ക് ശേഷം? മാധു, തീർച്ചയായിട്ടും വടക്കൻ കേരളത്തിൽ പാലക്കാട് വരെ, കാസർഗോഡ് മുതൽ പാലക്കാട് വരെ 60 സീറ്റുകളാണ് വടക്കൻ കേരളത്തിലുള്ളത്. ഈ 60 സീറ്റുകൾ വളരെ നിർണായകമാണ്. വടക്കൻ കേരളത്തിൽ സ്വാഭാവികമായിട്ട് UDFന് ഒരു വലിയ പ്രതീക്ഷിക്കാം. കാരണം ലീഗിന്റെ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് വടക്കൻ കേരളത്തിലാണ്. ആ വടക്കൻ കേരളത്തിൽ ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ സ്വാഭാവികമായിട്ടും UDFന് ഒരു എഡ്ജ് പ്രതീക്ഷിക്കാവുന്നതുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ 60 സീറ്റുകളിൽ ഒരു 35 സീറ്റുകളെങ്കിലും UDF പിടിക്കുകയാണെങ്കിൽ അത് UDFന് സ്വാഭാവികമായി ഒരു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ മേൽക്കൈ UDF പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അതല്ല എങ്കിൽ ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം സംഭവിക്കുന്നില്ല.
സ്വാഭാവികമായിട്ടും മലപ്പുറത്തും കോഴിക്കോട്ടും കാസർഗോഡും ഒക്കെ ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം വളരെ പ്രധാനപ്പെട്ടതുമാണ്. അങ്ങനെ ഒരു ഏകീകരണം സംഭവിക്കുന്നില്ല എങ്കിൽ LDF ഇവിടെ ഒരു മേൽക്കൈ അല്ലെങ്കിൽ ഒരു UDF ഒപ്പത്തിനൊപ്പം എത്തിയാൽ പോലും അത് LDF ഗുണം ചെയ്യും, അല്ലെങ്കിൽ ഒരു ഭരണമാറ്റം ഉണ്ടാവാതെ ഒരു തുടർ ഭരണത്തിലേക്ക് കാര്യങ്ങൾ നയിക്കുകയും ചെയ്യും. UDF സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ പരമാവധി സീറ്റുകൾ അവർക്ക് പിടിച്ചെടുക്കേണ്ടത് ഈ വടക്കൻ കേരളത്തിൽ നിന്നാണ്, മലബാറിൽ നിന്നാണ്, പ്രത്യേകിച്ച് കോഴിക്കോട്. ഇപ്പോൾ UDF 2 സീറ്റുകൾ മാത്രമാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. ആ 2 സീറ്റുകളൊന്ന് 8 സീറ്റിലേക്ക് ഉയർത്താൻ വേണ്ടി സ്വാഭാവികമായിട്ടും കഴിയേണ്ടതുണ്ട്. അതുപോലെ പാലക്കാട് ജില്ലയിൽ നിലവിലുള്ള സീറ്റ് 2 സീറ്റുകളാണ്. അതൊരു 4 സീറ്റിലേക്കോ 5 സീറ്റിലേക്കോ ഉയർത്തേണ്ടതുണ്ട്. കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരവും കാസർഗോഡും മാത്രമാണ്. ഇപ്പോൾ പുതിയ ലിസ്റ്റിൽ അവരുടെ പ്രതീക്ഷയിൽ അതൊരു 3-ലേക്കെങ്കിലും ഉയരുന്നുണ്ട്. ഉദുമ കൂടി പിടിച്ചെടുക്കും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തൃക്കരിപ്പൂര് കിട്ടും എന്നൊരു ആത്മവിശ്വാസം UDF പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിലവിലുള്ള കണക്കിൽ അതിന് എന്താണ് എക്സ്ട്രാ, അല്ലെങ്കിൽ എത്ര എണ്ണം അധികമായി മലബാറിൽ നിന്ന് പിടിക്കുമെന്നുള്ളതാണ് UDF സംബന്ധിച്ചിടത്തോളം ഭരണം തിരിച്ചുപിടിക്കാനുള്ള അവരുടെ കണക്ക്. ഇനി അതല്ല തുടർഭരണമാണെങ്കിൽ നിലവിലുള്ള സ്റ്റാറ്റസ് കോ അത് LDF മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ കണ്ണൂരിലേക്ക് വന്നാൽ അവിടെ ഇരിക്കൂരും പേരാവൂരിനും അപ്പുറത്ത് കണ്ണൂർ പിടിക്കാൻ, കൂത്തുപറമ്പ് പിടിക്കാനൊക്കെ സാധിക്കുമോ? തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഒക്കെ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് UDF ഒരു തിരിച്ചുവരവിൻ്റെ സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ UDF തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അത് തിരിച്ചു വരുന്നുവെങ്കിൽ അത് മലബാറിലൂടെ ആയിരിക്കും. മലബാറിലെ പാലക്കാട് വരെയുള്ള 60 സീറ്റുകളിൽ ഒരു 35-നും 40-നും ഇടയിൽ സീറ്റുകൾ UDF പിടിച്ചെടുക്കേണ്ടതുണ്ട്.